Welcome back to Plus Lane. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ 5th ചാപ്റ്റർ ഓർഗനൈസിങ്ങിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 5th ചാപ്റ്റർ ഓർഗനൈസിങ്ങിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമുക്ക് നോക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ 12th ചാപ്റ്റർ വരെയുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യൻസിനെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡെലിഗേഷൻ? അതായത് ഡെലിഗേഷൻ്റെ എലമെൻറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 2018 ചോദിച്ച ചോദ്യമാണ്. അക്കൗണ്ടബിലിറ്റി, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, പഞ്ച്വാലിറ്റി. ഏതാണ് ഡെലിഗേഷൻ എലമെൻറ്റ് അല്ലാത്തത്? പഞ്ച്വാലിറ്റിയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ 2 ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ്റെ ഏതെങ്കിലും 2 പ്രാധാന്യം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, പാർട്ടിസിപ്പേഷൻ ഓഫ് ലോവർ ലെവൽസ് ഇൻ മാനേജ്മെൻറ്റ് ഈസ് ഡാഷ്. അതായത് ലോവർ ലെവലിൻ്റെ പാർട്ടിസിപ്പേഷൻ എവിടെയാണ് വരുന്നത്? ആൻസർ ഏതാണ്? ഡീസെൻട്രലൈസേഷനിലായിരിക്കും ലോവർ ലെവൽസിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതായത് ഫോർമൽ ഓർഗനൈസേഷൻ എന്താണ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്ന് എഴുതുക. 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ചൂസ് വൺ വിച്ച് ഇസ് നോട്ട് എ പാർട്ട് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ്. അതായത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഒന്ന് മാത്രം എന്താണ് ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമായി വരുന്നതല്ല. ഏതാണത്? ഡിവിഷൻ ഓഫ് വർക്ക് ആണോ, ഗ്രൂപ്പിംഗ് ഓഫ് ജോബ്സ് ആണോ, അതോ കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആണോ, ലാസ്റ്റ് വൺ സ്കെയിലാർ ചെയിൻ. ഏതാണ് കോർഡിനേഷൻ്റെ ഭാഗമാകാത്തത്? ഏതാണ് ആൻസർ? സ്കെയിലാർ ചെയിന് ഓർഗനൈസിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമാകുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പാൻ ഓഫ് കൺട്രോൾ റെഫേഴ്സ് ടു. ഓപ്ഷൻ എ, നമ്പർ ഓഫ് മാനേജേഴ്സ്, പീരിയഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജർ, നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ എ മാനേജർ, നൺ ഓഫ് ദീസ്. അതായത് സ്പാൻ ഓഫ് കൺട്രോൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ എ മാനേജറാണ് ആൻസർ. സെവൻത് ക്വസ്റ്റ്യൻ, എ ബി ലിമിറ്റഡ് ഈസ് മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് പ്ലാസ്റ്റിക് ഹോം അപ്ലയൻസസ്. അതായത് എ ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി എന്താണ്? പ്ലാസ്റ്റിക് ഹോം അപ്ലയൻസസ് നിർമ്മിക്കുകയും അതുപോലെ വിതരണം ചെയ്യുന്നതുമാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരയ്ക്കുകയും അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. 8th ക്വസ്റ്റ്യൻ, നെയിം ദ കോൺസെപ്റ്റ് വിച്ച് റെഡ്യൂസസ് ദ വർക്ക് ലോഡ് ഓഫ് എ മാനേജർ. അതായത് ഒരു മാനേജറുടെ വർക്ക് ലോഡ് കുറയ്ക്കുന്ന കോൺസെപ്റ്റ് ഏതാണ്? ഏതാണ് ആൻസർ? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. 9th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ. അതായത് എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് എക്സ്പ്ലെയിൻ ചെയ്തെഴുതുക. 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് 2018. 10th ക്വസ്റ്റ്യൻ, ഇറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ എ സുപ്പീരിയർ. അതായത് സബോർഡിനേറ്റ്സ് എത്ര പേരുണ്ടെങ്കിലും അവരെയെല്ലാം എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ ഒരു സുപ്പീരിയറിന് കഴിയുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ, സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്, നൺ ഓഫ് ദ എബവ്. ഏതാണ് ആൻസർ? സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിച്ച് ഫെസിലിറ്റേറ്റ്സ് ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ. അതായത് തൊഴിലുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യം സൂചിപ്പിക്കുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതാണ്? ഫങ്ഷണൽ സ്ട്രക്ചർ, ഹൊറിസോണ്ടൽ സ്ട്രക്ചർ, നെറ്റ്വർക്ക് സ്ട്രക്ചർ ആൻഡ് ഡിവിഷൻ സ്ട്രക്ചർ. ഏതാണ് ആൻസർ? ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ ഉറപ്പുവരുന്നത് എവിടെയാണ്? ഫങ്ഷണൽ സ്ട്രക്ചറിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വിച്ച് മേക്സ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് ഈസിയർ ആസ് ദ ഫോക്കസ് ഈസ് ഓൺലി എ ലിമിറ്റഡ് റേഞ്ച് ഓഫ് സ്കിൽസ്. അതായത് എംപ്ലോയീസിന് ട്രെയിനിങ് വളരെ എളുപ്പം തന്നെ കൊടുക്കാൻ കഴിയുന്നത് ഏത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിലാണ്? നെറ്റ്വർക്ക് സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ, ഫങ്ഷണൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ മെട്രിക് സ്ട്രക്ചർ. അത് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ഫങ്ഷണൽ സ്ട്രക്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് എ സബോർഡിനേറ്റ് ടു പ്രോപ്പർലി പെർഫോം ദ അസൈൻഡ് ഡ്യൂട്ടി. ഓപ്ഷൻ എ, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, അക്കൗണ്ടബിലിറ്റി, ഓൾ ഓഫ് ദ എബവ്. അതായത് സബോർഡിനേറ്റിന് ചെയ്തിരിക്കുന്ന ടാസ്ക് അല്ലെങ്കിൽ അസൈൻ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? റെസ്പോൺസിബിലിറ്റി ആണോ, അതോറിറ്റി ആണോ, അക്കൗണ്ടബിലിറ്റി ആണോ, അതോ ഓൾ ഓഫ് ദ എബവ് ആണോ? ആൻസർ ഏതാണ്? റെസ്പോൺസിബിലിറ്റി ആണ്. 14th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഡെലിഗേറ്റ്. അതായത് ചുവടെ കൊടുത്തിരിക്കുന്നത് ഏതിനെയാണ് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ
സാധിക്കുന്നത്? റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, അക്കൗണ്ടബിലിറ്റി, ഓൾ ഓഫ് ദ എബവ്. ഏതാണ് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? അതോറിറ്റിയാണ് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെസ്പോൺസിബിലിറ്റി ഫ്ലോസ് ഇൻ ഓൾ ഡയറക്ഷൻ, ഡൗൺവേഡ്സ്, അപ്വേഡ്സ്, നൺ ഓഫ് ദ എബവ്. റെസ്പോൺസിബിലിറ്റി ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും എങ്ങോട്ടാണ്? അപ്വേഡാണ്. അതായത് ലോവർ ലെവലിൽ നിന്നും ടോപ്പ് ലെവലിലേക്ക് പോകുമ്പോഴാണ് റെസ്പോൺസിബിലിറ്റി കൂടി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലെവൽ ഓഫ് മാനേജേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡിറ്റർമൈനിങ് ഫോർമൽ ഓർഗനൈസേഷൻ? അതായത് ഫോർമൽ ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ഏത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിന് ഉള്ളതാണ്? ഏതാണ് ആൻസർ? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ വിച്ച് ഡസ് നോട്ട് ഹാവ് എനി പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്. അതായത് മുൻകൂട്ടി ലക്ഷ്യങ്ങളൊന്നും തീരുമാനിക്കാതെ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആയിരിക്കും? ആൻസർ ഏതാണ്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ABC Limited all the decisions are taken by top level management only. Which policy is followed by organization? അതായത് ABC Limited എന്ന കമ്പനിയിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഇത് ഏത് തരത്തിലുള്ള പോളിസിയാണ് ആ ഒരു സ്ഥാപനത്തിൽ ഫോളോ ചെയ്യുന്നത്? ഏതാണ്? സെൻട്രലൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് സ്യൂട്ടബിൾ ഫോർ മൾട്ടി പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് കമ്പനി? അതായത് വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് സ്യൂട്ട് ആവുന്നത്? ഏതാണ്? ഡിവിഷണൽ സ്ട്രക്ചർ ആയിരിക്കും സ്യൂട്ടബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി-ഗാർഡ് ലിമിറ്റഡ് ലീഡിംഗ് കമ്പനി ഇൻ കേരള എൻഗേജ്ഡ് ഇൻ ഡൈവേഴ്സിഫൈഡ് ബിസിനസ് നെയിംലി ഇലക്ട്രിക്കൽ, ടെക്സ്റ്റൈൽ, അമ്യൂസ്മെൻറ്റ് പാർക്ക് എക്സെട്ര. അതായത് വി-ഗാർഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി കേരളത്തിൽ വിവിധ തരത്തിലുള്ള ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ടെക്സ്റ്റൈൽസ്, അമ്യൂസ്മെൻറ്റ് പാർക്ക് തുടങ്ങിയ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഓരോ ബിസിനസ്സിനും അവർക്ക് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ഫിനാൻസ്, റിസർച്ച്, ഡെവലപ്മെൻറ്റ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അങ്ങനെയെങ്കിൽ അവരുടെ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആവുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ സജസ്റ്റ് ചെയ്യുക. അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും എഴുതുക. 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് അല്ലേ. അപ്പോൾ ഏതാണ് ആൻസർ? ഡിവിഷണൽ സ്ട്രക്ചറാണ് ആൻസർ. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ടൈപ്സ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നും അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക. 8 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഗനൈസിംഗ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ സക്സസ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് ബാക്ക് ബോൺ ആണ്. അത് മാത്രമല്ല ഒരു സംരംഭത്തിൻ്റെ വിജയത്തിന് പ്രധാന കാരണം എന്താണ്? ഓർഗനൈസിംഗ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. അതായത് എന്താണ് ഓർഗനൈസിംഗ് എന്നും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. 8 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Mr. Joel is the general manager of a newly started cashew nut exporting company in Kerala. He started different departments, namely purchase, production, finance, marketing, etc. in his organization. Suggest him suitable organization structure with the help of a chart. List out important features of it. മിസ്റ്റർ ജോയൽ ഒരു പുതുതായി ആരംഭിച്ച ഒരു കമ്പനിയുടെ ജനറൽ മാനേജറാണ്. അദ്ദേഹത്തിന് വിവിധ തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. പർച്ചേസ്, പ്രൊഡക്ഷൻ, ഫിനാൻസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള ഓർഗനൈസ് സ്ട്രക്ചറാണ് ഫോളോ ചെയ്യേണ്ടത്? അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതുപോലെ തന്നെ അതിന് അനുയോജ്യമായ ഡയഗ്രാമും വരയ്ക്കുക. ആൻസർ ഏതാണ് വരുന്നത്? ഫങ്ഷണൽ സ്ട്രക്ചറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോം ഓഫ് ഓർഗനൈസേഷൻ നോൺ ഫോർ ഗിവിംഗ് റൈസ് ടു റൂമേഴ്സ് ഈസ് കോൾഡ് ഡാഷ്. അതായത് റൂമറുകൾ ഉണ്ടാവുന്നത് ഏത് തരത്തിലുള്ള ഓർഗനൈസേഷനിലാണ്? ഏതാണ്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ ജോൺ ഈസ് ദ പ്രിൻസിപ്പൽ ഓഫ് എ ഹയർ സെക്കൻഡറി സ്കൂൾ. ഹി ഡിസൈഡ് ടു ഗീവ് സം ഓഫ് ഹിസ് ചാർജസ് ടു വൈസ് പ്രിൻസിപ്പൽ മിസ് റോസ്. വിച്ച് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഹിയർ? എക്സ്പ്ലെയിൻ. 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. മിസ്റ്റർ ജോൺ എന്ന് പറയുന്നത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിൻ്റെ ചില പവറുകൾ വൈസ് പ്രിൻസിപ്പളിന് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് ഏത് തരത്തിലുള്ള മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഡെലിഗേഷനാണ്. അപ്പോൾ ഡെലിഗേഷൻ എന്താണെന്നും അതിൻ്റെ എലിമെൻറ്റ്സ് എന്താണെന്നും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്.